സർ ഹൈന്ദവർ ഒന്നടങ്കം യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതാണ് ഭേദം എന്ന് സാർ ഇന്നലെ അഭിപ്രായപ്പെട്ടുള്ളൂ. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് റീസൺസ് കൊണ്ടാണ്. ഒന്ന്, പിണറായി വിജയൻ ഗവൺമെന്റ് മാറുന്നതാണ് പൊതുവെ ഹിന്ദുക്കൾക്കും കേരളത്തിനും നല്ലത്. കാര്യം അവർ പലപ്പോഴും ശബരിമല അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അത് കൂടുതൽ കുളമാക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഒരു ഭരണ മാറ്റം ഉണ്ടാകുന്നതാണ് നല്ലത്. ബി ജെ പി വിജയിക്കാനുള്ള സാധ്യത, ഭരണത്തിലെത്തുമെന്നുള്ള സാധ്യത അവർ പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കോൺഗ്രസ് ആണ് ബെറ്റർ ഓപ്ഷൻ. രണ്ട്, കോൺഗ്രസിന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. കോൺഗ്രസിന്റെ ഒരു നന്മ അതാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിന്റെയും അടിസ്ഥാനപരമായ ഘടന അങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യൻ കൊടിയിലെ കുങ്കുമവും വെള്ളയും പച്ചയും പോലെ, കുങ്കുമം ഹിന്ദുക്കളെയും വെള്ള ക്രിസ്ത്യാനികളെയും പച്ച മുസ്ലിങ്ങളെയും സൂചിപ്പിക്കുന്നത് പോലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു മാറ്റം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് റിയലിസ്റ്റിക് ആയ ഒരു ചാൻസ് യു ഡി എഫിന് മാത്രമല്ലേ ഉള്ളൂ. ബി ജെ പി ഭരണത്തിൽ വരുമെന്ന് ബി ജെ പിക്കാർക്ക് പോലും ഒരുപക്ഷെ അഭിപ്രായം കാണില്ലല്ലോ. അതുകൊണ്ടാണ് കോൺഗ്രസിന് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. അപ്പോ കോൺഗ്രസ് പൊതുവെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു അവസ്ഥയൊക്കെയല്ലേ ഇപ്പൊ? അപ്പൊ അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നൊക്കെയല്ലേ പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ അഭിപ്രായം? അപ്പൊ അതിനെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? യഥാർത്ഥത്തിൽ ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമിയും രണ്ടുപേരും അവരുടെ മതരാഷ്ട്രവാദത്തെ ഒരു വലിയ പരിധി വരെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് രണ്ടും സ്വാഗതം ചെയ്യേണ്ടതാണ്. അതായത് ആർ എസ് എസ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയം പണ്ട് മുമ്പോട്ട് വെച്ചിരുന്നു. ഇന്ന് അവർ പറയുന്നത് അങ്ങനെ ഹിന്ദു രാഷ്ട്രം എന്നൊരു പുതിയ രാജ്യമൊന്നും വേണ്ട, നമ്മുടെ രാജ്യത്തിന് ഹിന്ദു സംസ്കാരം തന്നെയാണ്, ഇത് ഹിന്ദുസ്ഥാൻ തന്നെയാണ്, അത് ശരിയുമാണ്. അപ്പോൾ ആർ എസ് എസും പണ്ടത്തെ രീതിയിൽ ഹിന്ദു രാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പഴയ ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലപാടിൽ നിന്ന് മാറി നമുക്ക് കുറെ കൂടി ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് നമുക്ക് വേറൊരു രാജ്യം? നമുക്ക് ഇന്ത്യ ഇല്ലേ? ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വിശ്വാസം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം കൂടി നമ്മുടെ ഒരു ഇന്ത്യ മഹാരാജ്യം പോലെ. അപ്പൊ അതുകൊണ്ട് പഴയ നിലപാടുകളിൽ നിന്ന് അവർ ഇവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പൊതുവെ അപ്പോ കോൺഗ്രസിൽ നിന്നുകൊണ്ട് നമുക്കറിയാം പണ്ട് ലഭിച്ചുകൊണ്ടിരുന്ന നായർ വോട്ടുകളൊന്നും കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നില്ലല്ലോ. അതൊക്കെ വലിയ തോതിൽ ബി ജെ പിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ ഇന്നും അങ്ങനെ ഒരു വലിയൊരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഹിന്ദു വോട്ടുകൾ? ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് നായർ സമൂഹത്തിൽ നിന്ന് 42% നായന്മാർ ബി ജെ പിക്കാണ് വോട്ട് ചെയ്യുന്നതാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനെ അല്ല, അതിന് മുമ്പുള്ള ഇലക്ഷനെ കണക്കെടുത്ത് പറയുന്നതാണ്. ഓൾമോസ്റ്റ് 42% നായർ കമ്മ്യൂണിറ്റി ബി ജെ പിക്കാണ് വോട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരുപാട് പക്ഷേ 2019 അത് കോൺഗ്രസിനാണ് വന്നത്. അങ്ങനെയാണല്ലോ ശബരിമല വിധിക്ക് ശേഷം 2019 19 സീറ്റ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും ജയിക്കുന്നത്. അപ്പോൾ ആ നായർ സമൂഹത്തിന്റെ വോട്ട് വലിയ രീതിയിൽ ബി ജെ പിയിലോട്ട് പോയിട്ടുണ്ട്. ഒരു 30% ഈഴവ സമൂഹത്തിന്റെ വോട്ടും പോയിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനിൽ കുറെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. മൈനോറിറ്റീസിന്റെ പ്രമുഖമായ വോട്ടുകൾ, മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ പോയിരിക്കുന്നത് കോൺഗ്രസിനാണ്, യു ഡി എഫിനാണെന്ന് നമുക്കറിയാം. സംശയമില്ലാത്ത രീതിയിൽ തന്നെ നമുക്കറിയാം. ഇനി ഹിന്ദു വോട്ടുകൾ എവിടേക്ക് പോയി എന്നുള്ളതാണ് ക്രിട്ടിക്കൽ. ഈ ഹിന്ദു വോട്ടുകളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് അടക്കം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിനെയും KPMSലെ പൊന്നജിയെയും അതോടൊപ്പം സംഗീത് കുമാർ സാറിനെ NSSനെ എല്ലാം കൂടി ഒരുമിച്ചിരുത്തി അയ്യപ്പ സംഗമം, അതൊരു ഹിന്ദു സംഗമം തന്നെയാണ്, അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ആർക്ക് എഫക്റ്റീവ്ലി അത് പോയെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും. പൊതുവെ യു ഡി എഫിനെ നമ്മൾ പറയുന്നത് ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിക്കല്ലേ? ഒരു ക്രൈസ്തവരുടെയും മുസ്ലിം സമൂഹത്തിന്റെയും ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലല്ലേ നമ്മൾ യു ഡി എഫിനെ പറയുന്നത്? തുടങ്ങിയത് അങ്ങനെ ആയിരുന്നില്ല, അതാണ് അതിന്റെ കൗതുകം. യഥാർത്ഥത്തിൽ യു ഡി എഫ് തുടങ്ങിയത് കേരളത്തിന്റെ നല്ല ഹിന്ദു നേതാക്കളിലൊന്നായ കരുണാകരൻ സാറായിരുന്നു. അന്ന് കരുണാകരൻ ജി ലീഡർ ഇരുന്നപ്പോൾ LDFനെതിരെയുള്ള ജാതി മത സമുദായങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് യു ഡി എഫ് വന്നത്. നായർ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന NDP, ഈഴവ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന SRP, ക്രിസ്ത്യൻ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന കേരള കോൺഗ്രസ്, മുസ്ലിം സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന മുസ്ലിം ലീഗ്, ഈ 4 വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നാണ് ആദ്യകാലത്ത് യു ഡി എഫ് തുടങ്ങിയത്. അങ്ങനെയാണ് യു ഡി എഫ് തിരിച്ച് വിജയിച്ച് കയറി വന്നത്. പക്ഷെ പിന്നീട് നായർ വോട്ടുകളെ, അതായത് അതിന്റെ പ്രശ്നം കോൺഗ്രസ് ആയിരുന്നു ഒറിജിനലി ഇന്ത്യയിലെ ഹിന്ദു പാർട്ടി. മഹാത്മാഗാന്ധി ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഈ കോൺഗ്രസ്സുകാർ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുമ്പോൾ അവർ ഹിന്ദുക്കളാണെന്ന്. അതാണ് എന്റെ പ്രശ്നം. കോൺഗ്രസ്സുകാർ ഗാന്ധിജി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണെന്ന് ഇന്ന് ഞാൻ പറയുമ്പോൾ ചില കോൺഗ്രസ്സുകാരനോട് ചൂടാവാറുണ്ട്. ഗാന്ധിജി അങ്ങനെ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കില്ല. ഞാൻ പറയാം, എനിക്ക് ചെയ്യാൻ പറ്റും, ഗാന്ധിജി ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അതാണ് അതിന്റെ ചരിത്രപരമായ യാഥാർത്ഥ്യം. അപ്പോ കോൺഗ്രസ് തങ്ങളുടെ ഹിന്ദു സ്വത്വം പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഇതിനെയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞ ശരീരയായ സുഗതകുമാരി ടീച്ചർ പറയുന്നത്, കോൺഗ്രസിന്റെ വന്ദേമാതരം പാടാൻ മറന്നുപോയി. അപ്പോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും BJPക്കും അതേ സ്പേസ് തന്നെയാണ് ഉള്ളത്. പക്ഷെ BJP കുറെ കൂടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ജയിക്കേണ്ടതുണ്ട്, വിശിഷ്യ മുസ്ലിം വിഭാഗത്തിൽ.
ഉത്തരേന്ത്യയിലൊക്കെ പക്ഷെ പൊതുവെ കോൺഗ്രസ് പയറ്റുന്നത് ഒരു മൃദു ഹിന്ദുത്വ സമീപനമല്ലേ? നമ്മുടെ കേരളത്തിൽ മാത്രമേ അത് പയറ്റാതിരുന്നിട്ടുള്ളൂ എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. പക്ഷേ മറ്റു അവിടെയാണ് ഹിന്ദുത്വം നമുക്ക് വേണ്ട, ഹിന്ദു മതി. ഇപ്പം ഗാന്ധിജി ഹിന്ദുത്വവാദി ആയിരുന്നില്ല, വിവേകാനന്ദൻ ഹിന്ദുത്വവാദി ആയിരുന്നില്ല. ഹിന്ദുത്വം എന്ന വാക്ക് വീര സവർക്കർ, അതിനെക്കാട്ടും മുമ്പ് ഈ ചന്ദ്രനാഥ് ബസു അല്ലെങ്കിൽ ബോസാണ് കൊണ്ടുവന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും പോപ്പുലറൈസ് ചെയ്യുന്നത് വീരവിനായക ദാമോദർ സവർക്കറാണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വ്യക്തിയാണ്. നമുക്ക് ഹിന്ദുത്വം വേണ്ട, ഹിന്ദു മതി. അതായത് ഇസ്ലാമിസം വേണ്ട, ഇസ്ലാം മതി. ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയ മാനങ്ങളുള്ള ഇസ്ലാമാണ്. അതേപോലെ പൊളിറ്റിക്കൽ മാനങ്ങളുള്ള ഹിന്ദുവിനെയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് ചേരുന്ന വിവേകാനന്ദന്റെയോ ഗാന്ധിജിയുടെയോ നമ്മുടെ നാട്ടിൽ നമ്മുടെ കരുണാകരൻ സാറൊക്കെ പയറ്റിയ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറും വലിയൊരളവ് വരെ സോഫ്റ്റ് ഹിന്ദുത്വ വേണ്ട, സോഫ്റ്റ് ഹിന്ദു മതി. ആ ബാലൻസ് ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവ്. ഇതിന്റെ മറ്റൊരു രീതിയാണ് സ്വാമി അയ്യപ്പനും വാവരും വെളുത്തയും. അയ്യപ്പൻ എന്ന ഹിന്ദുവും വാവർ എന്ന മുസ്ലിമും വെളുത്ത എന്ന ക്രിസ്ത്യാനിയും. ഇതിന്റെ വേറൊരു മോഡലാണ് ഗാന്ധിജിയും മൗലാന അബുൽ കലാം ആസാദും ചാൾസ് ഫ്രീ ആൻഡ്രൂസും. അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു മോഡലാണ് നമ്മുടെ ത്രിവർണ്ണ പതാക. ഈ മോഡല് BJPക്കാണ് ആദ്യം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ BJP ജയിക്കും. ഈ മോഡല് കോൺഗ്രസിനാണ് കേരളത്തിൽ വീണ്ടും തിരിച്ചുകൊണ്ടുവരാൻ കഴിയുന്നെങ്കിൽ കോൺഗ്രസ് ജയിക്കും. കാര്യം എന്തെങ്കിലും BJPക്ക് കേരളത്തിൽ ഭരിക്കണമെങ്കിൽ കേരളത്തിലെ 27 മുതൽ 29% ഉള്ള മുസ്ലിം സമൂഹത്തിന്റെ വോട്ടില്ലാതെ പറ്റുമോ? പണ്ട് താങ്കൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണും, പണ്ട് ക്രിസ്ത്യൻ സമൂഹത്തോട് BJPക്ക് ഇത്രയും അടുപ്പമില്ലായിരുന്നു. ഈ കഴിഞ്ഞൊരു 10 വർഷത്തിലാണ് ക്രിസ്ത്യൻ സമൂഹത്തോട് ഇത്രയും അടുപ്പം വന്നത്. അതെന്തുകൊണ്ടാ? കാര്യം നമ്മുടെ നാട്ടിൽ 17 മുതൽ 19% നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം. അവരെ അവഗണിക്കാനാവില്ല, പരിഗണിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകാൻ കഴിയും. പക്ഷെ അത് പരിഗണിക്കുമ്പോൾ നമ്മുടെ PC ജോൺ സാറ് പറയുന്ന പോലെ സഭകളെ ആക്രമിച്ചുകൊണ്ടാവരുത്. FCRAയിൽ സഭയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് സംസാരിക്കാം. കിരൺ റിജിജു ചെയ്തത് നല്ല കാര്യമാണ്. നേരിട്ട് കേരളത്തിലെത്തി സഭകളോട് സംസാരിച്ചു. അത് സഭകളെ വില വെക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ഇങ്ങനല്ലേ പോകേണ്ടത്. ഇപ്പം താങ്കൾക്കോ എനിക്കോ ഒരു പ്രത്യേക നയത്തിലോ നിയമത്തിലോ ആശങ്കയുണ്ടായി, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സംസാരിക്കാം, നമുക്ക് എന്താ വിഷയം എന്ന് പറയാം. ഇതല്ലേ ഗവർണൻസ്. മോദിജി അങ്ങനല്ലേ? അതുകൊണ്ടല്ലേ മോദിജി കർഷക ബില്ല് പിൻവലിച്ചത്. സാക്ഷാൽ മോദിജിക്ക് അത് ചെയ്യാമെങ്കിൽ ബാക്കി നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്?